ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ സാധാരണ റസിൻ ഒഴിക്കുന്നു, ആയത്തുൽ കുർസി ആണെങ്കിൽ അതിടുന്നു, ഫൈനൽ റിസൾട്ട് കാണുന്നു, അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടേക്കുന്നത്. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ് ഗൈസ്. അതായത് വളരെ ദയനീയമാണ്. ചില നേരത്ത് നമുക്ക് 8 പണികൾ കിട്ടും, അതുപോലുള്ളൊരു പണിയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡ്രസ്സിന് ഒഴിച്ചു വെച്ചിട്ട് ഉണങ്ങാണ്ട് വന്ന് ടച്ച് ചെയ്യുന്നതാണെന്ന്. അതല്ല, ഇത് കണ്ടോ ഗൈസ്, 2 ദിവസമായി ഞാനിത് ഒഴിച്ചു വെച്ചിട്ട് ഉണങ്ങണമെങ്കിൽ, അതായത് ഡ്രൈ ആവണമെങ്കിൽ ഡ്രൈ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ബട്ട് ഡ്രൈ ആയില്ല. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ചെയ്തു വെച്ച ഈ ഒരു ബോൾ എനിക്ക് പണി തന്നു ഗൈസ്. ഇതെന്ത് ചെയ്യും? നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ലെയറൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫൈനൽ കോട്ട് ഒഴിച്ച് വെച്ച ലെയറാണിത്. പക്ഷേ അത് ഇങ്ങനെ ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല. വേറെ ഒന്നുമല്ല, കണ്ടോ ചക്കപ്പശ പോലെയാണ് ഇത് ഒട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പറ്റിയതാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 2 ദിവസമായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച റൂമിലാണെന്നുണ്ടെങ്കിലും കുറച്ച് തണുപ്പ് നിൽക്കുന്ന ഇതായിരുന്നു. അതുമല്ല, ഒരു ഈവനിങ്ങിലായിരുന്നു ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്യൂറായില്ല. ഇനി ഇത് മുഴുവനും ഞാൻ വൈപ്പ് ചെയ്തെടുക്കണം. വല്ലാത്തൊരു പണിയായില്ലേ. പക്ഷെ നമുക്കിവിടെ തളരാൻ പറ്റില്ലല്ലോ. വൈപ്പ് ചെയ്ത് ഇതിനെ പുതിയൊരു രൂപത്തിലേക്ക് ആക്കി. സത്യത്തിൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഫൈനലാണ് ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കിട്ടിയ പണി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഇട്ട് തന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഓരോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് റെസിൻ ആർട്ടിന് റെസിൻ്റെ റേറ്റ് കൊണ്ട് മാത്രമല്ല നമ്മൾ കൂടുതൽ ഇത് പറയുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള പണികൾ കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് റെസിൻ ആർട്ട് ഭയങ്കര കോസ്റ്റ്ലി ആവുന്നത്. അതുപോലെ തന്നെ ഭയങ്കര പേഷ്യൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇതിൻ്റെ ഫൈനൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.